പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ പരിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പാവനനായ പരിശുദ്ധനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്നും എബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. എബ്രായർ ഹീബ്രി 3:12 സഹോദരന്മാരെയും ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. ഇതൊരു മുന്നറിയിപ്പാണ്. ജീവനുള്ള ദൈവത്തെ തള്ളിക്കളയുവാൻ, ത്യജിച്ചു കളയുവാനുള്ള സാഹചര്യങ്ങളും ഒന്നല്ല രണ്ടല്ല അനേകം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. ഇതൊരു ഘോരമായ യുദ്ധമാണ്. ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ആരാണ് ജയിക്കുന്നതും ആരാണ് തോൽക്കുന്നത് എന്നും അറിയാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ, നമ്മുടെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിൽ ജയാളികളായി തീരുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പ്രതികൂലങ്ങൾ കൂടുമ്പോൾ, പ്രതിസന്ധികൾ കൂടുമ്പോൾ, കഷ്ടതകൾ പെരുകുമ്പോൾ, വേദനകൾ വർദ്ധിക്കുമ്പോൾ, 4 വശത്തു നിന്നും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അന്ധകാര നിബിഡമായ കൂരിരുട്ടിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വല്ലാതെ നിരാശ നമ്മളെ പിടിക്കുവാൻ സാഹചര്യങ്ങളുണ്ട്. അവിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വരുവാൻ സാധ്യതയുണ്ട്. പിന്നീട് വലിയ ഭയത്തിലേക്ക് നമ്മൾ പോകുവാൻ സാഹചര്യങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയായിരുന്നാലും, എങ്ങനെയൊക്കെയായിരുന്നാലും, സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും ഒരു ഭക്തൻ അവൻ അടിയുറച്ച വിശ്വാസം ഇയ്യോബ് പറഞ്ഞതുപോലെ പറയുവാൻ കഴിയണം. ഇയ്യോബ് 13:15 ഇയ്യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും, എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ഏറ്റവും അവസാനമായി ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതും കൊന്നുകളയുക എന്നുള്ളതാണ്. അങ്ങനെ അവൻ എന്നെ കൊന്നു കളഞ്ഞാലും, മരണം സംഭവിച്ചാലും, ഞാൻ ഈ കർത്താവിനെ ഒരിക്കലും ഒരു നാളും തള്ളിക്കളയുകയില്ല. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ യോശുവ മരിക്കുവാൻ പോകുകയാണ്. 110 വയസ്സുള്ളവനായി മരണത്തിൻ്റെ താഴ്വരയിലേക്കും ഈ ലോകജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ സകല ഇസ്രായേൽ മൂപ്പന്മാരെയും വരുത്തി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യഹോവ നല്ലവനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാം, നിങ്ങൾക്ക് പോകാം. ആരൊക്കെയോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഒരുപക്ഷെ യോശുവ കേട്ട് കാണും. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ആരൊക്കെ യഹോവയെ വിട്ടുപോയെന്ന് പറഞ്ഞാലും, ആരൊക്കെ യഹോവ നല്ലവനല്ല എന്ന് പറഞ്ഞാലും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ സേവിക്കുകയില്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെയും, ഒരുപക്ഷെ നമ്മൾക്ക് ഈ ദൈവത്തെ ത്യജിച്ചു കളയേണ്ടുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരത്തില്ലെന്നല്ല, കടന്നു വന്നേക്കാം. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. കാരണം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതും സ്വർഗരാജ്യത്തിലാണ്, നിത്യ രാജ്യത്തിലേക്കും യുഗാനുയുഗം നിത്യ തേജസ്സിലേക്ക് ഉള്ള യാത്രയാണിതെന്നുള്ള കാര്യം മറന്നു പോകരുതും. അനവധി പ്രാവശ്യം ഞാനും ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്. അത് ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ട്, വനാന്തരങ്ങളിലേക്കും അവിടെയുള്ള മസാവികളുടെ ഇടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കേൾക്കുവാൻ പറ്റിയ ഒരു വാർത്ത ഇങ്ങനെയാണ്, അവരുടെ ഗോത്രത്തിലും ഒരുത്തനെ വീരനായി പ്രഖ്യാപിക്കണമെങ്കിൽ
അവൻ ചില വീരപ്രവൃത്തികൾ കാണിക്കണം. എന്താണ് അവൻ ചെയ്യേണ്ട വീര്യപ്രവൃത്തികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ സിംഹത്തെ കൊല്ലണം. ഒരു സിംഹത്തെ കൊന്നിട്ട് അതിൻ്റെ വാല് മുറിച്ചു കൊണ്ടുവരണം. എങ്ങനെയാ സിംഹത്തെ കൊല്ലേണ്ടത്? വാളുകൊണ്ടോ കുന്തം കൊണ്ടോ മറ്റ് ഇരുമ്പായുധങ്ങളൊന്നും അവൻ ഉപയോഗിക്കുവാൻ പാടില്ല. അവൻ്റെ കൈകൾ മാത്രം, അവൻ്റെ ആരോഗ്യം, പിന്നെ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം, ഒരു മരത്തിൻ്റെ ഒരു മുഷ്ടി മാത്രം അവൻ ഉപയോഗിക്കുവാൻ കഴിയും. അങ്ങനെ ഈ ചെറിയൊരു മരക്കഷ്ണവും അവൻ്റെ ആരോഗ്യവും കൊണ്ടും അവൻ ഒരു സിംഹത്തെ കൊല്ലണം. അങ്ങനെ സിംഹത്തെ കൊന്ന് അതിൻ്റെ വാല് മുറിച്ച് കൊണ്ടുവന്നും ഗോത്ര നേതാവിൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ അവനെ വീരനായി പ്രഖ്യാപിക്കും. പ്രിയപ്പെട്ടവരും, ബിരുദ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, അത് കിരീടം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, വേദന കൂടാതെ കഷ്ടത കൂടാതെ നമുക്ക് ഒരു കിരീടം പ്രാപിക്കുവാൻ സാധ്യമല്ല. ദർ ഇസ് നോ ക്രൗൺ വിതൗട്ട് പെയിൻ, ദർ ഇസ് നോ ക്രൗൺ വിതൗട്ട് ക്രോസ് എന്ന് നമ്മളും പറയും. അപ്പം നമുക്ക് ചുളുവിലും ഈ കിരീടം നേടാമെന്നും ഒരിക്കലും ആരും വ്യാമോഹിക്കരുതും. ഒന്ന് വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചു. ഇതിൻ്റെ പേരിൽ നമുക്ക് ദൈവരാജ്യം ലഭിക്കുമെന്ന് വിചാരിക്കരുത്. പൗലോസ് തിമത്തിയോസിനോട് പറയുന്നുണ്ട്, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം, നല്ലതുപോലെ യുദ്ധസേവ ചെയ്യുക. സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതികൂലങ്ങളായിട്ട് വരുമ്പം സാഹചര്യങ്ങളെ കണ്ടിട്ടല്ല ഒരു വിശ്വാസി യാത്ര ചെയ്യേണ്ടതും. അതെ, നമ്മുടെ ജീവിതത്തിൽ ഘോരവും ഭയങ്കരവുമായ നാളുകൾ, വലുതും ഭയാനകവുമായ നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. സമുദ്രത്തിലൂടെയുള്ള യാത്രയാണ്. സമുദ്രം എപ്പോഴാണ് കോപിക്കുന്നതെന്നും അന്തരീക്ഷം മാറുന്നത് എപ്പോഴാണെന്ന് ആർക്കും പ്രവചിക്കുവാൻ സാധ്യമല്ല. ഒരു ചെറിയ കാറ്റ് മതി കടലിൻ്റെ ശാന്തമായ അന്തരീക്ഷം നിമിഷങ്ങൾ കൊണ്ട് മാറുവാനിടയായിത്തീരും, കടൽ ഇളകുവാനിടയായിത്തീരും. ചില വീഡിയോകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പടുകൂറ്റൻ കപ്പലുകളൊക്കെ തിരയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആ വലിയ തിരമാലയിൽ തകർന്നും പോകുന്ന കാഴ്ചകളൊക്കെ കാണുവാനിടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കടലിൻ്റെ അന്തരീക്ഷം മാറുന്നതെന്ന് പറയുവാൻ കഴിയത്തില്ല. പൊതുവെ ശാന്തമാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ എപ്പോൾ വേണമെങ്കിലും ആ ശാന്തത നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് നാം മറന്നു പോകരുത്. വലിയ കൊടുങ്കാറ്റുകളും പെരുങ്കാറ്റുകളും ആഞ്ഞടിക്കും. ഈശാനമൂലൻ എന്ന് പറയുന്ന ചുറ്റിയടിക്കുന്ന കാറ്റടിച്ചെന്ന് വരും. ഈ സമുദ്രത്തിലൂടെ പോകുമ്പോൾ അനേകം ആയിരക്കണക്കിന് സമുദ്രജീവികളുണ്ട്. വലിയ കപ്പലുകളെ വരെ മറിച്ചിടുവാൻ ശക്തിയുള്ള സ്രാവുകളുണ്ട്, ശക്തിയേറിയ സ്രാവുകൾ. ഇതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ സിയോൻ യാത്രയിലേക്ക്, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിൻ്റെ പാതയിൽ. നോക്കണം, നമ്മൾ പോകുന്ന വഴിയല്ല ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഒരുപക്ഷെ വനത്തിലൂടെ ആയിരിക്കാം, മരുഭൂമിയിലൂടെ ആയിരിക്കാം, സമുദ്രത്തിലൂടെ ആയിരിക്കാം. എല്ലായിടവും പ്രതികൂലങ്ങളാണ്. ഒന്നും അത്ര സുഗമമല്ല യാത്രയ്ക്കും. അത് മരുഭൂമി ആയിരുന്നാലും, അത് വനാന്തരമായിരുന്നാലും, അത് സമുദ്രത്തിലൂടെയുള്ള യാത്രയാണെങ്കിലും ഒന്നും സുഗമമല്ല. എന്നാൽ ഇതൊന്നുമല്ല നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതും. നമ്മളുടെ നോട്ടം എവിടെയാണെന്നുള്ളതാണ്. സിയോൻ സഞ്ചാരി, നീ യേശുവിൽ ചാരിയാണോ, ക്രൂശിനെ നോക്കിയാണോ നീ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ദർശനം. നമ്മുടെ നോട്ടം ക്രൂശിലാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ക്രൂശിനെ നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ നടക്കുന്ന പാദം അത് മുള്ളുകൾ നിറഞ്ഞതാണെങ്കിലും, കല്ലുകൾ നിറഞ്ഞതാണെങ്കിലും, ദുർഘടമേടുകളാണെങ്കിലും, അത് പരിപരുത്ത സ്ഥലമായിരുന്നാലും, എത്ര മരണ ഇരുളിൻ താഴ്വരയാണെങ്കിലും, നമ്മൾ പോകുന്ന പാതയ്ക്കല്ല പ്രാധാന്യം, മറിച്ച് നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നീ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നുവല്ലോ, നീ എന്നെ കൈകളിൽ വഹിക്കുന്നുവല്ലോ, നീ എന്നെ മാറോട് അണയ്ക്കുന്നുവല്ലോ. കർത്താവ് പറയുകയാണ്, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്.
പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദർശനം, നമ്മുടെ നോട്ടം ഒരിക്കലും കർത്താവിൽ നിന്ന് മാറുവാൻ പാടില്ല. നോട്ടം ക്രൂശിലാണെങ്കിൽ, പോകുന്ന പാത എങ്ങനെയൊക്കെയുള്ളതാണെങ്കിലും നമ്മൾ ഇതെല്ലാം താണ്ടി, കാനനപാതകളാണെങ്കിലും അതേ കാര്യമുള്ള പാതകളാണെങ്കിലും നമ്മൾ ഇതെല്ലാം താണ്ടി നമ്മളങ്ങ് ലക്ഷ്യത്തിലെത്തുവാനിടയായിത്തീരും. ക്രൂശിന്റെ ദർശനം നഷ്ടപ്പെടുമ്പോഴാണ്, ക്രൂശിൽ നിന്നും നമ്മുടെ നോട്ടം മാറുമ്പോഴാണ്, നമ്മൾ സാഹചര്യങ്ങളെ നോക്കുമ്പോഴാണ് നമ്മൾ പതറിപ്പോകുവാനിടയായിത്തീരുന്നത്. നമുക്കറിയാം, പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ മാത്രമായിരുന്നു നോട്ടം. അവൻ പടകിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതേ കടലിൻ്റെ മുകളിലൂടെ അവൻ വെള്ളത്തിലൂടെ നടക്കുമ്പോഴും അവൻ്റെ നോട്ടം മുഴുവനും യേശുവായിരുന്നു. പക്ഷെ അടുത്ത പദത്തിൽ വായിക്കുന്ന അവൻ കാറ്റിനെ കണ്ടു. കാറ്റിനെ കാണണമെങ്കിൽ കർത്താവിനെ ഒരേ സമയത്ത് രണ്ടുപേരെ കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കർത്താവിനെ നോക്കുന്ന നോട്ടം മാറിയിട്ടും അവൻ കാറ്റിനെ കാണുവാനിടയായി തീർന്നു, കടലിനെ കാണുവാനിടയായി തീർന്നു. നിമിഷങ്ങൾ കൊണ്ട് അവൻ ആഴക്കടലിലേക്ക് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമുക്ക് ഓരോ മുന്നറിയിപ്പുകളാണ്, അല്ലെങ്കിൽ ഓരോ ഉദാഹരണങ്ങളാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടം, നമ്മുടെ ദർശനം ഒരിക്കലും മാറിപ്പോകാതെ ദൈവത്തിൽ തന്നെയാണെങ്കിൽ ഒരിക്കലും ഈ ദൈവത്തെ നമുക്ക് ത്യജിച്ചു കളയുവാൻ കഴിയത്തില്ല. കഴിഞ്ഞ നാളുകളിൽ ഒരു മെസ്സേജുകളിൽ പറഞ്ഞു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ക്രിസ്തുവിലാണ് അടിസ്ഥാനമെങ്കിൽ ആ ഭക്തന്റെയും അടിസ്ഥാനം അറിയുകയില്ല എന്നും വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, രക്ഷ നമുക്ക് നഷ്ടപ്പെടുമോ? പ്രാപിച്ച ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുമോ? പലരും പഠിപ്പിക്കുന്നതും രക്ഷ ഒരിക്കലും, ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നാണ്. പരിശുദ്ധാത്മാവിനെ ഒരു പ്രാവശ്യം പ്രാപിച്ചാൽ പിന്നെ അത് നഷ്ടപ്പെടുകയില്ല എന്നൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലും രക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്, പ്രാപിച്ച ആത്മാവ് വിട്ടുപോകുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞു. ജീവപുസ്തകത്തിൽ നിന്നും പേര് മായ്ച്ചു കളയുവാനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ വായിക്കുവാൻ, പഠിക്കുവാനിടയായിത്തീർന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം, വെളിപ്പാട് 3:4. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. 5-ാം വാക്യം, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. നോക്കണം, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേരും ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, ജീവപുസ്തകത്തിൽ നിന്നും പേര് മായ്ച്ചു കളയുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുവാൻ സാധ്യതയുണ്ട് എന്നല്ലേ ആ വചനത്തിൻ്റെ അർത്ഥം നമ്മളെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ, നടുങ്ങുവീൻ, പാപം ചെയ്യാതെ ഇരിപ്പീൻ. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുവാൻ സമയമായി. കർത്താവിൻ്റെ വചനം പറയുന്നു, മുഖപക്ഷം നോക്കാതെയും ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം നിങ്ങൾ ഭയത്തോടെ കഴിപ്പീൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മൾ വർഷങ്ങളായിട്ട് ഇത് കേൾക്കുന്നത് കൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ആരോ പറഞ്ഞതുപോലെ, കൊല്ലന്റെ ആലയിലെ പട്ടി, ആദ്യമായിട്ട് ഈ പട്ടി കൊല്ലന്റെ ആലയിൽ വന്നപ്പോൾ ഈ തീപ്പൊരിയും തീയും ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ അതിന് ശരിക്കും ഉറങ്ങാൻ കഴിയത്തില്ല, ഞെട്ടി ഉണരും, തീ കണ്ട് ഭയപ്പെടും.
എന്നാൽ അവിടെ കിടന്നും ഇനി തീയല്ല, പുകയല്ല, വെടിയല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിനൊരു കൂസലുമില്ല. അതിനറിയാം ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അത് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. എന്നാൽ അങ്ങനെയെല്ലാം ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടണം, നമ്മൾ ചാടി എഴുന്നേൽക്കണം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടണം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. അതെ, നാം ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. നാം കൃപയിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന് നമ്മളെ തന്നെ ശോധന കഴിക്കണം. നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്നുള്ള ടെസ്റ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ടല്ലോ. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, കിഡ്നി ടെസ്റ്റും, ഹാർട്ട് ടെസ്റ്റും, ലിവർ ടെസ്റ്റും, ബോഡി ടെസ്റ്റും. എന്തിനാ? പേടിയാണ്. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഓർഗൻസ് എല്ലാം ഫങ്ഷണൽ ആണോ, എവിടെങ്കിലും കേടുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് കഷ്ടവും സഹിച്ച് നമ്മളും 3-4 മണിക്കൂർ ഹോസ്പിറ്റലിൽ പോയി ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി അവിടെ കുത്തിയിരിക്കുകയാണ്. നമ്മുടെ ആത്മാവാണ് ഏറ്റവും വിലയേറിയതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആത്മാവ് കൃപയിൽ തന്നെയാണോ? ആത്മാവ് വിശ്വാസത്തിൽ തന്നെയാണോ? നമ്മളും ദൈവത്തിൻ്റെ ആത്മാവാണോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നതും? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് നടത്തണം. ദൈവസന്നിധിയിൽ നമ്മൾ പരിശോധനകൾ നടത്തണം. കർത്താവ് പറയുന്നു നിൽക്കുന്നു എന്ന് തോന്നുന്നു, പക്ഷേ വീഴാതെ ഇരിക്കുവാൻ നോക്കിക്കൊള്ളുവാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ടും എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. നോക്കണം, സ്വർഗത്തിലും ഉടുപ്പൊക്കെ ഉണ്ട്. ഇന്ന് ചിലർക്ക് വെള്ള എന്ന് പറയുമ്പോൾ അലർജിയാണ്. വെള്ള ന്യായപ്രമാണമാണെന്നാണ് പറയുന്നത്. വെള്ള ധരിക്കുന്നവർ എന്തുവാ, അവർ പരീക്ഷന്മാരാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അവർ കറുപ്പേ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ അവർ കളറുള്ളത് മാത്രമേ ഇടത്തുള്ളൂ. ഇന്ന് നോക്കുക, ആത്മീക അന്തരീക്ഷം മുഴുവൻ മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ദൈവസഭകളിലും വെളിച്ചമുണ്ടായിരുന്നു. അതേ, ഇലക്ട്രിസിറ്റി ഇല്ലായെങ്കിലും ജനലുകളൊക്കെ തുറന്നിടുമ്പം വെളിച്ചം അകത്ത് കയറുമായിരുന്നു. ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്, പണമുണ്ട്, വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സഭകളുണ്ട്, ഇഷ്ടംപോലെ ലൈറ്റുകൾ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരാധനയുടെ സമയമാകുമ്പോൾ ഇവർ ഈ ലൈറ്റെല്ലാം ഓഫാക്കും. ഇന്ന് മിക്ക സ്റ്റേജുകളിലും സ്റ്റേജ് കറുത്ത പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. കറുത്ത കർട്ടൻ ഇട്ട് കറുപ്പാക്കിയിരിക്കുകയാണ്. ഒരു കറുത്ത അന്തരീക്ഷമാണ്, ഒരു മൂഢമായ അന്തരീക്ഷമാണ്, ഇരുട്ടാണ്. നോക്കണം, വെളിച്ചമാകുന്ന ദൈവത്തെ ഇരുട്ടിൽ നിന്ന് ആരാധിക്കുകയാണ്. ഈ ലോകമല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ കയ്യിലേക്ക് സഭകൾ അമർന്നുകൊണ്ടിരിക്കുകയാണ്. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നും അവൻ വെളിച്ചം ചോദിച്ചാണ് ചാടുന്നത്. അവൻ വെളിച്ചമാണ് ചോദിക്കുന്നത്. വെളിച്ചം ചോദിക്കാൻ കാരണം അവൻ ഇരുട്ടിലാണ് ഇരിക്കുന്നതെന്ന് എപ്പോഴാണ് മനസ്സിലായെന്നറിയാമോ? വെളിച്ചമായ പത്രോസും വെളിച്ചമായ ശീലാസും, സാക്ഷാൽ വെളിച്ചമായ ദൈവം ആ ജയിലിൽ, റോമൻ ജയിലിലും വെളിപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ഇരുട്ടിലാണെന്നുള്ള കാര്യം മനസ്സിലായതും. ഇന്നും ജനങ്ങൾ അങ്ങനെയാണ്. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ശരിയായിട്ടുള്ള പാതയിലാണ്, എല്ലാം നോർമലാണ്. പക്ഷേ യഥാർത്ഥമായ വെളിച്ചം വെളിപ്പെടുമ്പോഴാണ്, യഥാർത്ഥമായ വെളിച്ചം ഉദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ അന്ധകാരത്തിലാണ്, കൂരിരുട്ടിലാണ്, അന്ധതമസ്സിലാണ്, ഇരുട്ടിലാണ് ഇരിക്കുന്നതെന്ന്. നമ്മൾ വിശുദ്ധരാണെന്ന് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായ വിശുദ്ധി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മഹാദൈവത്തിന്റെ യഥാർത്ഥമായ വിശുദ്ധി ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരിക്കൽ യെശയ്യാ പ്രവാചകൻ ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ ദർശനം ഒന്ന് കണ്ടു. ആ പരിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ, ആ വിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധനാണ് എന്ന് വിചാരിച്ച റവറന്റായ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളോടുകൂടിയ മനുഷ്യൻ.
അങ്ങനെയുള്ള ദർശനം നമ്മൾ പ്രാപിക്കണം. ഈ ദർശനം പ്രാപിക്കാത്തിടത്തോളം കാലം, ദൈവിക വിശുദ്ധി നമ്മൾ കാണാത്തിടത്തോളം കാലം നമ്മൾ വിശുദ്ധരാണെന്ന് നമുക്ക് തന്നെ അങ്ങ് തോന്നും. നമ്മൾ ശരിയായിട്ടാണ് എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. അത് ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവത്തിൻ്റെ വലിപ്പം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവത്തിൻ്റെ മഹാശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവത്തിൻ്റെ വലിപ്പം വെളിപ്പെടുമ്പോഴാണ് നമ്മൾ എത്ര ചെറിയവരാണെന്നുള്ള ബോധം. ഈ ദൈവത്തിൻ്റെ വലിപ്പം കാണാത്തവനാണ് ഈ തന്നെത്താൻ ഉയർത്തി ഞാൻ എന്തോ ആണ്, ഞാൻ ഏതോ ആണ്. ആ സംസാരവും നടപ്പും ആ പ്രാർത്ഥനയും ആ ശൈലിയൊക്കെ കാണുമ്പോൾ ഇവൻ ഏതോ ആണ് എന്നുള്ള ചിന്ത. ചില ദൈവദാസന്മാരുടെയൊക്കെ അഹങ്കാരം കാണുമ്പോൾ, അവരുടെ ആ ഗർവം കാണുമ്പോൾ, അവരുടെ നോട്ടം കാണുമ്പോൾ അവരൊക്കെ എന്തൊക്കെയാണെന്നുള്ള ചിന്തയാണ്. ഒരു വിവാഹവേദിയിലും എനിക്ക് വല്ലാതെ വിഷമം തോന്നി. അപ്പം ഞാൻ ചിന്തിക്കുക, കേരളത്തിലും അമർച്ച ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാട്ടാന ഉണ്ടായിരുന്നു. പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു കാട്ടാന. അതിൻ്റെ പേര് അരിക്കൊമ്പൻ എന്നായിരുന്നു. അവസാനം ഒരിക്കലും ആർക്കും തളയ്ക്കാൻ കഴിയാത്ത അരിക്കൊമ്പനെ വരെ നമ്മൾ തളയ്ക്കുവാനിടയായി തീർന്നു. അപ്പം ഞാൻ ആ സ്റ്റേജിൽ ഇരുന്ന് ചിന്തിച്ചു, ഇവരെ ആർക്ക് തളയ്ക്കുവാൻ കഴിയും? ഇവരെ ആർക്ക് തളയ്ക്കുവാൻ? അരിക്കൊമ്പനെ തളച്ചു. പക്ഷേ നമ്മുടെ ഈ ദൈവദാസന്മാരൊക്കെ ചിലരുടെ അവരുടെ സ്വഭാവവും ഇരിപ്പും അവരുടെ നോട്ടവും അവരുടെ അഹങ്കാരം കാണുമ്പം ഇവരെ ആർക്ക് തളയ്ക്കുവാൻ കഴിയും? എന്തായാലും കൊയ്ത്ത് വരെ വളരട്ടെ. കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്കറിയാം ആരൊക്കെ ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ കൂടുതലായിട്ടും അതിലേക്ക് പോകുന്നില്ല. ജയിക്കുന്നവനെ വെള്ളയുടുപ്പ് ധരിക്കും. സ്തോത്രം. അന്ന് ഈ കറുത്തിട്ടുണ്ട് വെള്ളയെ നിഷേധിക്കുന്ന, വെള്ളയെ പുച്ഛിച്ചു തള്ളുന്ന, വെള്ള ന്യായപ്രമാണമാണെന്ന് പറയുന്നവരാരെങ്കിലും ദൈവരാജ്യത്തിൽ എത്തുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർ വെള്ളയുടുപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. വെള്ളയല്ലാതെ ഒരു കളറും സ്വർഗത്തിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെയും സാഹചര്യം എന്താണ്, വെള്ള ഇട്ടുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ മീൻസ് ഏത് സാഹചര്യമായിരുന്നാലും നമ്മൾ മീൻസ് ഒരു സ്കൂൾ ടീച്ചർക്ക് ഒരു വസ്ത്രമുണ്ട്, ഒരു യോഗ്യമായ ഒരു വസ്ത്രമുണ്ട്. ഇന്നത്തെ സ്കൂൾ ടീച്ചറിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ കാലത്ത് പഠിക്കുന്ന സമയത്തും സ്കൂൾ ടീച്ചറും ധരിക്കുന്ന വസ്ത്രത്തിന് ഒരു ബഹുമാനമുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിനെ പണ്ട് കാണുമ്പോൾ മുണ്ടൊക്കെ തട്ടൊക്കെ ഊരി, മുണ്ടൊക്കെ മടക്കി കുത്തി വരുന്ന നമ്മളൊക്കെ അത് ഊരി വളരെ ബഹുമാനത്തോടു കൂടെയാണ് നമ്മുടെ ടീച്ചേഴ്സിനെ ബഹുമാനിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ പിള്ളേരും ടീച്ചറിൻ്റെ കയ്യിൽ നിന്നാണ് സിഗരറ്റ് മേടിക്കുന്നത്. ടീച്ചറും ലൈറ്റർ മേടിക്കുന്നത് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുവാനിടയായി തീർന്നു. നോക്കണം, നിങ്ങൾ രാഷ്ട്രീയക്കാരെ നോക്കും. രാഷ്ട്രീയക്കാരുടെ ഹൃദയം മുഴുവനും കറപ്പാണ്, അശുദ്ധിയാണ്, എങ്ങനെ അഴിമതിയാണ്. എന്നിട്ടും അവരിട്ടുകൊണ്ട് നടക്കുന്ന വസ്ത്രം ഒന്ന് നോക്കി. നല്ല വെള്ള വസ്ത്രം അങ്ങോട്ട് അലക്കി തേച്ച് കണ്ടു കഴിഞ്ഞാൽ ഏഞ്ചലാണെന്ന് തോന്നും, സ്വർഗദൂതന്മാരാണെന്ന് തോന്നും. അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വസ്ത്രത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഞാനും കളർ വസ്ത്രം ധരിക്കുന്ന ആളാണ്, ഞാനും ജോലി ചെയ്യുന്ന ആളാണ്, ഞാനും യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ വെള്ള വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു യോഗ്യതയുണ്ട്, അതിനൊരു മാന്യതയുണ്ട്. അത് അനുഭവിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ കുറേ ഭാഗങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ജയിക്കുന്നവനെ. ഇവിടെ നമ്മൾ വായിച്ചതും റെവലേഷൻ 2:7 ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. നോക്കണം, ഒരു കാലഘട്ടത്തിൽ ഏദൻ തോട്ടത്തിൽ ദൈവം നട്ടിരുന്ന ആ പഴം, ജീവവൃക്ഷത്തിൻ്റെ ഫലം, ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല, എന്നേക്കുമുള്ള ജീവിതമാണ്. ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലമല്ല തിന്നത്,
മറിച്ച് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്നുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്തിനാ പുറത്താക്കിയെന്നറിയാമോ? ദൈവം ഭയപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ ആ ജീവവൃക്ഷം കൂടെ പറിച്ചു തിന്നുമോ എന്ന് ദൈവം ഭയപ്പെട്ടു. നോക്കണം, ദൈവത്തിൻ്റെ സ്നേഹം അന്നേ വെളിപ്പെട്ടതാണ്. അന്ന് പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തിനെ ലംഘിച്ച മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, പിശാചിന്റെ വാക്കുകൾ കേട്ട മനുഷ്യൻ, ദൈവത്തെ പോലെ ആകുമെന്ന് വിചാരിച്ച് സാത്താന്റെ ചതിയിൽ, വഞ്ചനയിലും ഗൂഢതന്ത്രത്തിൽ വീണുപോയ മനുഷ്യൻ, അവൻ ജീവവൃക്ഷം കൂടെ പറിച്ചു തിന്നുമോ എന്ന് ദൈവം ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ് ദൈവം ഭയപ്പെട്ടതെന്നറിയാമോ? ഈ മനുഷ്യൻ ജീവവൃക്ഷം കൂടെ പറിച്ചു തിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കാലത്തും അവന് വീണ്ടെടുപ്പ് ലഭിക്കുമായിരുന്നില്ല. കാരണം ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ പിന്നെ അവൻ ഒരിക്കലും മരണമില്ല. ജീവകാലം മുഴുവനും, ആയുഷ്കാലം മുഴുവനും അവൻ പാപിയായി 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 അലയേണ്ടി വരുമായിരുന്നു. അന്നേ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുവാനിടയായി തീർന്നു. പാപിയായ മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതെ അവനെ വേഗത്തിൽ തോട്ടത്തിൽ നിന്ന് ആട്ടി ഓടിക്കുവാൻ, പുറത്താക്കുവാൻ, അത് വെട്ടിത്തിളങ്ങുന്ന ഇരുവായ്ത്തലയുള്ള വാളുമായിട്ട് ദൈവം കെരൂബുകളെ അവിടെ നിർത്തുവാനിടയായി തീർന്നു. ആ ജീവവൃക്ഷം ഉണങ്ങിപ്പോയിട്ടില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ജീവവൃക്ഷം ഉണങ്ങിപ്പോയിട്ടില്ല. ആ ജീവവൃക്ഷം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിൽ ഫലം ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവം അത് നൽകും. പാപം ക്ഷമിക്കപ്പെട്ട മനുഷ്യൻ, വിശുദ്ധനായി തീർന്ന മനുഷ്യന്, പാപമോചനം പ്രാപിച്ച മനുഷ്യന്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച മനുഷ്യന്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച മനുഷ്യന്, വിശുദ്ധീകരിക്കപ്പെട്ടവനെ, ക്രിസ്തുവിൽ മരിക്കുന്നവനെ, ജയിക്കുന്നവനെ, ആ ജീവവൃക്ഷത്തിന്റെ ഫലം നമ്മുടെ ആദ്യ പിതാവായ ആദിമപിതാവായ ആദമിനെ കഴിക്കുവാൻ പറ്റാതിരുന്ന ആ ജീവവൃക്ഷത്തിന്റെ ഫലം തരുവാൻ, ലഭിക്കുവാൻ ഇടയായിത്തീരും. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. ജയിക്കുന്നവന് മാത്രമാണ് ഈ ഫലം ലഭിക്കുന്നത്. വീണ്ടും വെളിപ്പാട് 2:11, ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. രണ്ടാം മരണം എന്ന് പറയുന്നത് ആത്മാവിന്റെ മരണമാണ്. അതെ, ഒരു മനുഷ്യന് രണ്ട് മരണവും ഉണ്ട്, രണ്ട് ജനനവും ഉണ്ട്. അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, അറിയാവുന്നതാണ്. അതെ, 2 പ്രാവശ്യം ജനിച്ച ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം മാത്രം മരണത്തെ അഭിമുഖീകരിച്ചാൽ മതി. എന്നാൽ ഒരു പ്രാവശ്യം മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിക്ക് 2 മരണത്തിലൂടെ കടന്നു പോകണം. 2 ജനനം. ഒരു ഭക്തനെ സംബന്ധിച്ച് 2 ജനനം നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് 2 ജനനം? ഒരിക്കൽ ഒരു വ്യക്തിയോട് ചോദിച്ചു, നിങ്ങളുടെ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോട്ടയം മസ്കറ്റ് എന്നാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെന്തോ ഈ കോട്ടയം മസ്കറ്റും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് കോട്ടയത്തിലാണ്, പക്ഷെ ഞാൻ വീണ്ടും ജനിച്ചത് മസ്കറ്റിൽ വെച്ചാണ്. അങ്ങനെ എനിക്ക് 2 ജന്മദേശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഭൗതികമായി ഭൂമിയിൽ ഞാൻ പിറന്നത് കോട്ടയത്താണ്, പക്ഷേ ആത്മാവിൽ വീണ്ടും ജനിച്ചത് മസ്കറ്റിലാണ്. അങ്ങനെ 2 പ്രാവശ്യം ജനിച്ച ഒരു മനുഷ്യനും രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. എന്ന് പറഞ്ഞാൽ 2 മരണത്തെ അവൻ ഫേസ് ചെയ്യണ്ട. ഒരേ ഒരു മരണം മാത്രമേ ഉള്ളൂ. അത് ശരീരത്തിന്റെ മരണം മാത്രമാണ്. അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും ഈ മരണത്തിലൂടെ കടന്നു പോകണം, ഭൗതിക മരണം. രണ്ടാം മരണം എന്ന് പറയുന്നത് നിത്യ മരണമാണ്. നിത്യ യുഗങ്ങൾ, നിത്യ നരകമാണ് ഈ രണ്ടാം മരണം എന്ന് പറയുന്നത്. എന്നാൽ 2 പ്രാവശ്യം ജനിച്ചില്ല, അവസരം കിട്ടിയിട്ടും ജനിച്ചില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് മാത്രമേ ജനിച്ചുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വീണ്ടും ജനിച്ചില്ല. വീണ്ടും ജനിക്കുവാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ ലഭിച്ചു, പക്ഷേ അവസരങ്ങളൊന്നും മുതലാക്കിയില്ല. നാളെയാകട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും അവസരങ്ങളുണ്ടല്ലോ എന്ന് കാത്തിരുന്നു. പക്ഷേ 2 പ്രാവശ്യം ജനിക്കുവാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ 2 മരണത്തിലൂടെ കടന്നു പോകണം. 1 ശരീരത്തിന്റെ മരണവും, 2 ആത്മാവിന്റെ മരണം. രണ്ടാം മരണം ഏതാണെന്നും 20-ാം അധ്യായം അത് 20-ാം അധ്യായം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട് രണ്ടാം മരണം. അതേ
ആ ആ രണ്ടാം മരണം ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണെന്നും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് രണ്ടാം മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നാം ജയാളികളായിത്തീരണം. മൂന്നാമതും വെളിപ്പാടും 2:17 വായിക്കുന്നു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, അവനെ വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ദൈവം നമ്മുടെ എല്ലാം പേര് മാറ്റും. ചിലപ്പോൾ പലർക്കും അവരുടെ പേര് അവർക്ക് ഇഷ്ടമല്ല. അവർ വിചാരിക്കും, എൻ്റെ അപ്പനും അമ്മയും എന്തിനാണ് എനിക്ക് ഈ പേരിട്ടതെന്ന്. എന്നാൽ വേറെ ഇച്ചിരി കൂടെ നല്ലൊരു പേരിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും നമ്മുടെ പേര് മാറും, നമ്മുടെ പേര് ദൈവം മാറ്റും. സ്തോത്രം. നമുക്കറിയാം, ബാബേലിലെ രാജാക്കന്മാരും യഹൂദാം യഹൂദാം ചെറുപ്പക്കാർക്കും യൗവനക്കാർക്ക് പേര് ഇട്ടതുപോലെ ആയിരിക്കത്തില്ല. ദൈവം നമുക്കിടുന്ന പേര് നമ്മൾ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം, നമ്മൾ ചെയ്ത ദൈവിക ശുശ്രൂഷയ്ക്ക് തക്കവണ്ണം നമുക്ക് പുതിയ പേരുകൾ തരുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയുവാൻ വേണ്ടി കഴിയും. അത് ജയിക്കുന്നവന് മാത്രമേ ഉള്ളൂ കേട്ടോ. തോൽക്കുന്നവനെ കുറിച്ച് ഒന്നും ബൈബിളിൽ പറയുന്നില്ല. വെളിപ്പാട് പിന്നെ 3:5 വായിക്കുന്നു, റെവലേഷൻ 3:5, അവർ യോഗ്യന്മാരാകിയാൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഞാൻ ഏറ്റുപറയും. വീണ്ടും വെളിപ്പാട് 3:12, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകത്തില്ല. നോക്കണം, സ്ഥിരമായി ദൈവം തൻ്റെ ആലയത്തിൽ നമ്മളെ നിർത്തുമെന്നാണ് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പാടുന്നുണ്ട്. തൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതെ, എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. നോക്കണം, ഇന്ന് ഹമാസുകളൊക്കെ അവരുടെ പുസ്തകത്തിലുള്ള ആയത്തുകളൊക്കെ തലയ്ക്കകത്ത് ബാൻഡിനകത്ത് എഴുതി തലയിൽ കെട്ടി കണ്ണും മൂടി ഇങ്ങനെ തോക്കും ധരിച്ച് നടക്കുന്നതെന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാഴ്ചയല്ല, മറിച്ച് ദൈവം നമുക്കൊരു പുതിയ പേരും നമ്മുടെ നെറ്റിമേൽ എഴുതും. സ്തോത്രം. അത് ഇങ്ങനെ ബാൻഡായിട്ടൊന്നും അല്ല എഴുതുന്നത്. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. നോക്കണം, വെളിപ്പാട് 3:21, ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. നോക്കണം, ജയിക്കുന്നവന് കർത്താവ് വാഗ്ദത്തം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ എൻ്റെ വീട്ടിലെയും വേലക്കാരനാക്കുമെന്നല്ല, ഞാൻ നിന്നെ എൻ്റെ വീട്ടിലെയും ചില നേതാക്കന്മാരും, ഞാൻ MP ആയിക്കഴിഞ്ഞാൽ, ഞാൻ MLA ആയിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ എൻ്റെ സെക്രട്ടറി ആക്കാം, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവർ ആക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പലർക്കും വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കണം, എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാരാജാവ്, രാജാതിരാജാവായ കർത്താവായ നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്, നിങ്ങൾ എന്നോടുകൂടെ എന്താണ് സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. സ്തോത്രം, സ്തോത്രം. കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്, നമ്മൾ അതായത് ജയാളിയായി കയറി വരുന്നവനും ഈ ലോകത്തെ ജയിച്ച് കീഴടക്കി, പാപത്തെ ജയിച്ച് കീഴടക്കി, സാത്താനെ ജയിച്ച് കീഴടക്കി, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെല്ലാം ജയിച്ച് കീഴടക്കി, സകല പ്രകോപനങ്ങളെയും ജയിച്ച്, സകല പ്രലോഭനങ്ങളെയും ജയിച്ച്, ദൈവവചനപ്രകാരം യുദ്ധം ചെയ്ത്, സ്തോത്രം, അവൻ ജയാളിയായി കയറി വരുമ്പോൾ അവനെ കാത്തിരിക്കുന്ന എന്താണെന്നറിയാമോ? അവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എത്ര വലിയ പ്രത്യാശയാണ്! ജയിക്കുന്നവന് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുതും. പൗലോസ് പറയുകയാണ്, ദർശനം പ്രാപിച്ച്, വെളിപ്പാട് പ്രാപിച്ച് പറയുകയാണ്, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയാണ്.
അതിനുവേണ്ടി എന്തും ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്. എല്ലാം ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണുവാൻ ഞാൻ തയ്യാറാണ്. നോക്കണം, ജയാളികളായി നാം സിംഹാസനത്തിൽ ഇരിക്കണം. ഈ സിംഹാസനം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതും. നോക്കണം, ഈ ഭൂമിയിലുള്ള ഭൂമിയിലുള്ള സിംഹാസനങ്ങളെല്ലാം താഴെയാണ്. ഭൂമിയിൽ ഇന്ന് സിംഹാസനമൊന്നുമില്ല. എല്ലാം കസേരകളാണ്, ലെതർ കൊണ്ടുള്ള കസേരകളൊക്കെയാണ്. ചൈന ഉണ്ടാക്കിയതും ചില രാജാക്കന്മാരുടെയും ചെയറൊക്കെ ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ഉണ്ടാക്കിയ ചെയറിലാണ് ഇന്ന് അവരിയ്ക്കുന്നത്. ഇന്ന് സിംഹാസനം എന്ന് പറയുന്നതൊന്നുമില്ല. എന്നാൽ കർത്താവും നമ്മളെ സിംഹാസനത്തിലിരിക്കുവാൻ വേണ്ടി നോക്കണം. ഇന്ന് നിങ്ങൾ ഇന്ന് പലരും പഞ്ഞം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പാസ്റ്ററേ, 26 വർഷമായി ഞാൻ വേല ചെയ്യുന്നു, എനിക്കൊരു വീടില്ല, എന്നെ സഹായിക്കണം, എനിക്കൊരു മീറ്റിംഗ് തരണം, എന്നെ സഹായിക്കണം, എനിക്ക് അത് എന്നോട് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഓർത്തുകൊള്ളുക പ്രിയപ്പെട്ടവരെയും. ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഈ കൊരണ്ടിയായിരുന്നു. കൊരണ്ടി എന്ന് പറഞ്ഞാൽ തടിയുടെ കഷണം. ആ കൊരണ്ടിയുള്ള വീട് തന്നെ വലിയ VIP വീടുകളാണ്. പിന്നെ ചില വീടുകളിൽ പണ്ട് തടുക്കുണ്ടായിരുന്നു. ഈ ഈ എന്തുവാന്ന് പറയുന്നത്, ഈ ഓല കണ്ടൊക്കെയുള്ള തടുക്കായിരുന്നു. തടുക്കുള്ളവരെന്നൊക്കെ VIP-കളായിരുന്നു. പണ്ട് എല്ലാ VIP-കളും താഴെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നാണ് ഈ ബെഞ്ചൊക്കെ വരുവാനിടയായി തീർന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ തടിയുടെ കസേര വരുവാനിടയായി തീർന്നത്. ഈ ഒരു തടിയുടെ കസേരയുള്ള വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്ര VIP-കളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരും. ദൈവം നമ്മളെ ഇരുത്താൻ വേണ്ടി പോകുന്നതും ആ സ്വർഗത്തിലെ സിംഹാസനം നമ്മൾ ചൈന ഉണ്ടാക്കിയതുപോലുള്ള കസേരയൊന്നും അല്ല എന്നുള്ള കാര്യം അതിനകത്ത് ഇരിക്കുമ്പം തന്നെ നമുക്കറിയാം. ഇത് കസേരയല്ല, ഇതൊരു ചെയറല്ല, ഇത് സിംഹാസനമാണ്. ജയിക്കുന്നവനാണ് ദൈവം ഇത് നൽകുന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരിക്കലും ദൈവസിംഹാസനം നമുക്ക് നഷ്ടപ്പെടുത്തി പോകരുത്. മണ്ണെ പ്രതി മാണിക്യം നാം വെടിയരുത്. ഈ ലോകസുഖ സൗകര്യങ്ങളാകുന്ന ഈ ജഡത്തിന്റെ പ്രതാപങ്ങൾ, വെള്ളത്തിലെ കുമിള പോലെ മിന്നുന്ന വിളങ്ങുന്ന ഈ ജഡിക സുഖങ്ങളും ഒരു നൈമിഷികമായ സുഖത്തിന് വേണ്ടി അല്പം ഈ ഭൂമിയിലെ എന്തെങ്കിലും നക്കാപ്പിച്ചായ്ക്ക് വേണ്ടി ഒരിക്കലും നാം ഈ മഹാസൗഭാഗ്യം ത്യജിച്ചു കളയരുത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ദൈവദാസന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. വെളിപ്പാട് 21:7 വായിക്കുന്നു, ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. നോക്കണം, യഥാർത്ഥമായ അവകാശത്തിലേക്ക് നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ വാഗ്ദത്തത്തിലേക്ക് നാം ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. ദൈവം നമ്മുടെ പിതാവായി തീരുകയാണ്. അതെ, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ എല്ലാം പറയുന്നത് ജയിക്കുന്നവൻ. തോക്കുന്നവൻ എന്തെങ്കിലും കിട്ടുമെന്നല്ല. ഇന്ന് നമുക്കറിയാം, ഈ ലോകത്തിൽ തോക്കുന്നവനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയുണ്ട്. സംഗതി നല്ലതാണ്, കാരണം അവൻ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ പ്രോത്സാഹനങ്ങളൊന്നുമില്ല. തോൽക്കുന്നവൻ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിക്കരുത്. നമുക്കറിയാം, നമ്മളും സൺഡേ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ വയ്ക്കുമ്പോഴും ജയിക്കുന്നവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, തോക്കുന്നവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് വേറെ കാര്യമുണ്ട്. കാരണം ഈ തോറ്റ പിള്ളേരുടെ അപ്പനും അമ്മയ്ക്കും എന്ത് തോന്നും, അവർ സഭ വിട്ടു പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഓർത്തായിരിക്കും ഒരുപക്ഷെ കൂടെയുള്ള കമ്മിറ്റിക്കാരും പാസ്റ്റർമാരും ഈ തോക്കുന്നവനും എന്ത് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ 5 രൂപയുടെ 10 രൂപയുടെ ഒരു സാധനം അവനും എന്ത് ചെയ്യും, വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല, ജയിക്കുന്നവന് മാത്രമാണ്. ഒരു വാക്യം കൂടെ വായിക്കുകയാണ്, എബ്രായർ 10:38, ഹീബ്രു 10:38, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. നോക്കണം, നിനക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷേ കർത്താവ് പറയുന്നു, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് നിന്നിൽ പ്രസാദമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അതേ മരണപര്യന്തം അവൻ വിശ്വസ്തനായിരിക്കും. എന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, ഏകദേശം 30 വർഷത്തോളമായി. പക്ഷെ അദ്ദേഹം എൻ്റെ സ്നാനം കഴിഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു,
ഹിന്ദിയിലാണ്, ചണ്ഡീഗഡിൽ വെച്ചാണ് എൻ്റെ സ്നാനം നടക്കുന്നത്. ജീവൻ കാ അന്ത് തക്ക് തു വിശ്വാസിയോഗ്യ രഹനം, തത്തോ തു ജീവൻ കാ മുകുട് പാവുകയും. മരണപര്യന്തം ജീവപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീയും ജീവകിരീടം, ജയിക്കുന്നവൻ ജീവകിരീടം പ്രാപിക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണായിത്തീരും. ജയിക്കുന്നവന് പുതിയ പേര് ലഭിക്കും. ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ലഭിക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ദൈവം വരം കൊടുക്കുന്നു. എന്നാൽ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അതെ, സാഹചര്യങ്ങൾ എന്തു തന്നെ വരട്ടെ, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കും ആയിത്തീരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഇടയായി തീരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മളോടും സംസാരിച്ചുവെന്നും നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.